ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് വോട്ട് വേണമെങ്കിൽ പൗരത്വം തെളിയിക്കാൻ രേഖ ചോദിക്കുന്നത്. വിഷയം സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതി വിമർശിച്ചു. ഇനി അതിനൊക്കെ സമയമുണ്ടോ? പൗരത്വം എന്തിനാണ് വോട്ട് ചെയ്യുമ്പോൾ പരിശോധിക്കുന്നത് എന്നും പലർക്കും വോട്ടവകാശം നഷ്ടമാകില്ലേ എന്നും ചോദ്യം ഉന്നയിച്ചു. എന്നാൽ പൗരന്മാർക്ക് മാത്രമാണ് വോട്ടവകാശം എന്നും ഇന്ത്യൻ പൗരന്മാരുടെ പ്രിവിലേജാണിത് എന്നും ഇലക്ഷൻ കമ്മീഷൻ. പൗരത്വം ആവശ്യപ്പെടുന്ന രേഖകൾ വോട്ടർമാർ ഹാജരാക്കണം എന്നതിൽ പിന്നോട്ടില്ല എന്നും ഇലക്ഷൻ കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിലപാട് കടുപ്പിച്ചു. കാരണം ഇലക്ഷൻ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനമാണ്, സുപ്രീം കോടതിയും ഭരണഘടനാ സ്ഥാപനമാണ്. ബീഹാറിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതൊക്കെ സാധിക്കുമോ എന്ന കോടതിയുടെ സംശയത്തിന് സാധിക്കും എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി. എന്തായാലും നുഴഞ്ഞുകയറി വോട്ടവകാശം രേഖപ്പെടുത്തുന്നവർ തന്നെ ലക്ഷ്യം. പൗരത്വം വോട്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ ആരും അതിൽ നെറ്റ് ചുളിക്കേണ്ട. പൗരത്വം ഇല്ലാത്തവർ വന്ന വഴി ഓടിക്കോളും. ബീഹാറിലെ ഒരു പ്രധാന സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വ്യാപകമായി പരിഷ്കരിച്ചതിന് ഇന്ത്യയിലെ ഉന്നത തെരഞ്ഞെടുപ്പ് സമിതി കടുത്ത വിമർശനങ്ങൾ നേരിടുകയാണ്. രാജ്യത്തെ ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളിലൊന്നിൽ വലിയ തോതിലുള്ള വോട്ടവകാശം നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് ആക്ടിവിസ്റ്റുകളും പ്രതിപക്ഷ ഗ്രൂപ്പുകളും ആശങ്ക ഉയർത്തുന്നു. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജൂൺ 24-ന് ആരംഭിച്ച സംസ്ഥാനത്തെ 78 ദശലക്ഷം വോട്ടർമാരുടെയും ഐഡന്റിറ്റി പരിശോധിക്കുന്നതിനുള്ള നീക്കത്തിൽ കർശനമായ രേഖകൾ ആവശ്യമാണ്. ഇത് ദുർബല വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ വിപുലമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവരെ ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചേക്കാം എന്ന ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. 2003-ൽ ഇതുപോലെയുള്ള ഒരു പ്രക്രിയയിൽ പേരുകൾ ഉൾപ്പെടുത്തി ഏകദേശം 49.6 ദശലക്ഷം വോട്ടർമാർക്ക് കൂടുതൽ രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല എന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. ECI എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ആശയവിനിമയത്തിനായി ക്ഷണിച്ചിട്ടുണ്ട്. ഒരു കാരണത്താലോ മറ്റൊരു കാരണത്താലോ വോട്ടർ പട്ടികയുടെ നിലവിലെ അവസ്ഥയിൽ ആരും തൃപ്തരല്ല, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 മാസത്തിനിടെ 28,000 പാർട്ടി പ്രതിനിധികളുമായി 5000-ലധികം മീറ്റിംഗുകൾ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. 2003-ന് ശേഷം ആദ്യമായി ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നു. പുതിയ പ്രക്രിയ പ്രകാരം 2003-ലെ പട്ടികയിൽ പേരില്ലാത്ത ഏകദേശം 29.3 ദശലക്ഷം വോട്ടർമാർ ഇപ്പോൾ അവരുടെ യോഗ്യത സ്ഥാപിക്കുന്നതിന് 11 നിർദ്ദിഷ്ട രേഖകളിൽ ഒന്നെങ്കിലും സമർപ്പിക്കണം. ഈ രേഖകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 25-ആണ്. ബീഹാറിൽ ചരിത്രപരമായി ഔദ്യോഗിക രേഖകളുടെ അളവ് വളരെ കുറവാണ്. സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന 11 രേഖകളിൽ പാസ്പോർട്ടുകൾ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ, ജനന സർട്ടിഫിക്കറ്റുകൾ, സർക്കാർ നൽകിയ തിരിച്ചറിയൽ കാർഡുകൾ, ഭൂമി അനുവദിക്കൽ രേഖകൾ എന്നിവ ഉൾപ്പെടുന്നു. എന്നാൽ ഇവ സംസ്ഥാനത്ത് പലർക്കും ലഭ്യമല്ല എന്ന് ഡാറ്റ വെളിപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് 2022-ലെ കണക്കനുസരിച്ച് ആ വർഷത്തെ ബീഹാർ ജാതി സർവേ പ്രകാരം ബീഹാറിലെ നിവാസികളിൽ ഏകദേശം 1.57% പേർ മാത്രമേ സർക്കാർ ജോലികളിൽ ജോലി ചെയ്തിട്ടുള്ളൂ. ECIയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് കീഴിലുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന്. അതുപോലെ 2023-ൽ സാധുവായ പാസ്പോർട്ടുകൾ 2% നിവാസികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ 14.71% പേർ മാത്രമാണ് 10ാം ക്ലാസ് സ്കൂൾ പരീക്ഷകളിൽ വിജയിച്ചത്. ഇത് എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റുകളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തി എന്ന് ഒരു റിപ്പോർട്ട് പറയുന്നു. ബീഹാറിൽ ജനറൽ രജിസ്ട്രേഷൻ ചരിത്രപരമായി മോശമായിരുന്നു. 2007-ൽ ആ വർഷം ഏകദേശം 2.8 ദശലക്ഷം ജനങ്ങൾ കണ്ട ഒരു സംസ്ഥാനത്ത് 7,13,000 ജനനങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ട്. സ്ഥിര താമസ രേഖകൾ, ജാതി സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ പലപ്പോഴും അപേക്ഷകർ ആദ്യം ആധാർ അഥവാ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനം, കാർഡുകൾ, വോട്ടർ ഐഡികൾ തുടങ്ങിയ മറ്റു രേഖകൾ നൽകേണ്ടതുണ്ട്. എന്നാൽ പലർക്കും ഇവയില്ല. ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളും വിരളമാണ്. 2011-ലെ സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം 65%-ലധികം ഗ്രാമീണ കുടുംബങ്ങൾക്കും സ്വന്തമായി ഭൂമിയില്ല. ഇപ്പോൾ നവംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കും. വിജ്ഞാപന പ്രക്രിയ ആരംഭിക്കാൻ 2 മാസം ബാക്കിയുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെറും 25 ദിവസത്തിനുള്ളിൽ 80 ദശലക്ഷം ആളുകളുടെ പുതിയ പട്ടിക തയ്യാറാക്കണം. അതും സംസ്ഥാനത്തിന്റെ 73% വെള്ളപ്പൊക്കത്തിൽ ബാധിതമായിരിക്കുമ്പോൾ. ബീഹാറിലെ ഭരണസഖ്യത്തിന്റെ ഭാഗമായ നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രക്രിയയെ ന്യായീകരിക്കുകയുണ്ടായി. വ്യാജ പേരുകൾ നീക്കം ചെയ്യുന്നത് തടയാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന് സംസ്ഥാന മന്ത്രി നിതിൻ നബിൻ പറഞ്ഞു. യഥാർത്ഥ വോട്ടർമാരെ പരിശോധിക്കുകയും വ്യാജ വോട്ടർമാരെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു എങ്കിൽ കോൺഗ്രസ് ഇവിടെ തട്ടിപ്പ് നടത്താൻ ഇരിക്കുകയാണോ എന്നാണ് ചില ചോദ്യങ്ങൾ. വ്യാജ വോട്ടുകൾ വഴി അധികാരം നേടാൻ ശ്രമിക്കുകയാണോ? അതേസമയം ഓഗസ്റ്റിൽ ആരംഭിച്ച പശ്ചിമ ബംഗാളിലും ന്യൂഡൽഹിയിലും സമാനമായ വ്യായാമങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് ECI വൃത്തങ്ങൾ പറയുന്നു. പശ്ചിമ ബംഗാളിലും ഡൽഹിയിലും അവസാന വോട്ടർ പട്ടിക പരിശോധന യഥാക്രമം 2002-ലും 2008-ലും നടന്നു. ദില്ലിയിൽ 2008 മാർച്ച് 16-ന് ശേഷം വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ട വ്യക്തികൾ പട്ടികയിൽ തുടരണമെങ്കിൽ അവരുടെ പൗരത്വം തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.